ഏഷ്യാനെറ്റിന്റെ മുൻ മേധാവിയും നിലവിൽ വാൾട്ട് ഡിസ്നിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറുമായിട്ടുള്ള കെ മാധവൻ കഴിഞ്ഞ ദിവസം കേരളത്തെക്കുറിച്ച് പറഞ്ഞ വാചകമുണ്ട്. ഈ നാട് കേൾക്കണം. കാര്യം ഇന്ന് സംഘി മുതലാളിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തെ ഇകഴ്ത്തിയും സർക്കാരിനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തരം കെ മാധവന്റെ വാക്കുകളിലുണ്ട്. കേരളം വ്യവസായ സൗഹൃദമായെന്ന് പറയുമ്പോൾ അതിനെ പരിഹസിക്കാനും, എന്നാൽ കേരളത്തിലെ തൊഴിലാളി പ്രശ്നങ്ങളെയെല്ലാം പർവ്വതീകരിച്ചുകൊണ്ട് ലോകത്താകമാനം അറിയുന്ന തരത്തിലേക്ക് അതിനെ വാർത്താ വിസ്ഫോടനമാക്കി മറ്റുള്ള ഇടങ്ങളിൽ ഇതൊന്നുമില്ല എന്ന തരത്തിൽ തോന്നലുണ്ടാക്കുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ ആ വാക്കുകളിലൂടെ കേട്ട് മനസ്സിലാക്കണം. കാര്യം നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടി പറയുന്ന വാചകമാണ് എന്നായിരിക്കുമല്ലോ പൊതുവെയുള്ള വ്യാഖ്യാനം. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ഒപ്പം വിദേശത്തുൾപ്പെടെ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്ന വാചകവും, അതും സംഘി ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റിന്റെ മുൻ മേധാവി തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ തന്നെ വിലയിരുത്തൂ. കേരളത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ഒരു പെർസെപ്ഷൻ ഉണ്ട്. കേരളത്തിൽ എപ്പോഴും കുഴപ്പമാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല. ദ ഹോൾ തിങ് ഈസ് നോട്ട് ഫാസിനേറ്റിംഗ് എക്കണോമിക് ക്രോസ് റോഡ്സ്. ഫോർ എക്സാമ്പിൾ, ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കണ്ടു. ഒരു വീട്ടമ്മയുടെ വീട്ടിലെ ചുമട്ട് തൊഴിലാളികളുമായിട്ടുള്ള വഴക്ക്. അവരെന്തോ 1000 രൂപ കൂടുതൽ ചോദിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇസ് കാച്ച്ഡ് അപ്പ് അറ്റ് എ നാഷണൽ ലെവൽ മീഡിയ. ഈവൻ ടൈംസ് ഓഫ് ഇന്ത്യ വരെ ഒരു ചെറിയ കോളത്തിൽ CITU ചുമട്ട് തൊഴിലാളികൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു. അതേസമയം ഞാൻ എന്റെ ബോംബെ ഓഫീസിലെ 20ാമത്തെ നിലയിൽ നിന്നിട്ട് ഒരു പഴയ TV താഴെ ഇറക്കാൻ 2000 രൂപ കൊടുക്കേണ്ടി വന്നു. അവിടുത്തെ ഒരു ഗാങ്ങിന് വേണ്ടി, എങ്കിലേ അത് പുറത്ത് കടക്കാൻ സമയമുള്ളൂ. ദാറ്റ് ഇസ് വേഴ്സ് ദാൻ ദിസ്. ന്യൂയോർക്കിലൊരു 5-സ്റ്റാർ ഹോട്ടലിലെ ഒരു ലിഫ്റ്റില് ഇപ്പോഴും ഒരു ലിഫ്റ്റ് മാൻ ഇരിപ്പുണ്ട്. ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ ജനറലോട് ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇതൊരു യൂണിയന്റെ സംഭവമാണ്. എവറി അവർ ഐ ആം പേയിങ് $38 per person. ഇത്തരം കാര്യങ്ങളൊക്കെ റിലിഗേറ്റ് ചെയ്തിട്ട് കേരളത്തിന്റെ മാത്രം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തപ്പെടുവാണ്. മിസ്റ്റർ മാത്യൂസിന് 5000 എംപ്ലോയീസ് ഉണ്ട്. അതിൽ 3000 പകുതിയിലധികം കേരളത്തിലാണ്. ഈ നവ ഹാഡ് എനി പ്രോബ്ലം. എന്റെ ഫ്രണ്ട് മുരളി ഇവിടെ ഇരിപ്പുണ്ട്. മുരളി ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങി, മുരളിയ മിൽക്ക്. ഒരു പ്രോബ്ലം ഇതൊരു ഉണ്ടായിട്ടില്ലാന്ന് പറയും. ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ. ഏതെങ്കിലും ഒരു മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കണ്ടോ? അത് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ ചുമട്ട് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഗുണ്ടാ പ്രവർത്തനമാണ്. അവിടെ അതിന് നയവും നീതിയൊന്നുമില്ല. പറയുന്ന പൈസ കൊടുത്തിട്ടേ പോകാൻ പറ്റൂ. കേരളത്തിൽ അങ്ങനെയാണോ? അല്ല. ഇവിടെ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ മനസ്സുകാർ, അതായത് മുതലാളിമാരുടെ മൂട് താങ്ങികളായിട്ടും കൂലി എഴുത്തുകാരുമായിട്ടുള്ളവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് ഈ നാട് ഒന്നിനും കൊള്ളില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ സ്ഥിരീകരണമാണ് കെ മാധവന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കേരളം എത്രത്തോളം മാറിയെന്നും കേരളത്തിന്റെ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ, ആ മാറ്റങ്ങളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാതെ ഇപ്പോഴും പഴയ പോലെ തന്നെ ഈ നാടിനെ കുറിച്ച് മോശമായി ചിത്രീകരിക്കാനും, ഈ നാട് വ്യവസായ സൗഹൃദമല്ലെന്നും ഇവിടെ ഒന്നും ചെയ്യരുത് എന്ന രീതിയിൽ നിക്ഷേപകരെ നിരുത്സാഹപ്പെടുത്താൻ താല്പര്യമുള്ളവരാണ് ഒരു വലിയ വിഭാഗം മാധ്യമ സ്ഥാപനങ്ങൾ എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ് വാക്ക്. കേരളത്തിന്റെ മാറ്റം നാടറിയാതിരിക്കാനുള്ള മാധ്യമങ്ങളുടെ ആ പ്രതിപക്ഷ തന്ത്രമുണ്ടല്ലോ, അതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്നാണ് കെ മാധവന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. അതെ, സംഘടിതമായി കേരളം എന്ന നാട് കൈവരിക്കുന്ന പല നേട്ടങ്ങളെയും ഒളിച്ചു പിടിക്കുന്നു, മറച്ചു പിടിക്കുന്നു. ഒപ്പം തന്നെ ലോകമത് അറിയാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ വാർത്താ വിസ്ഫോടനമാക്കി ലോകത്താകമാനം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തുന്ന നെറികെട്ട പ്രവർത്തനങ്ങളാണ് കെ മാധവന്റെ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇത് നാട് മനസ്സിലാക്കേണ്ടതുണ്ട്, നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടത്തെ തൊഴിലാളികളെ മാത്രം വല്ലാത്ത അസംതൃപ്തിയോടെ കാണുന്നവർ ലോകത്താകമാനം ഈ നാടിനെ മാറ്റി നിർത്തി എന്താണ് അവസ്ഥയെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ തെളിയിക്കുമ്പോൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെയൊക്കെ എത്രത്തോളം മാധ്യമ സ്ഥാപനങ്ങൾ എന്ന പേരിലിരുന്ന് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. തൊഴിലാളികൾ അവരുടെ വരുമാനത്തിന് വേണ്ടി തൊഴിലെടുക്കുന്നത് അതിനെ ഗുണ്ടാ പ്രവർത്തനമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇമാതിരി പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തെ ലക്ഷ്യം വെച്ചുള്ള സംഘപരിവാറിന്റെ സംഘടിത തന്ത്രമാണെന്ന് കൃത്യമായി വെളിവാക്കുന്നതാണ് മുൻ ഏഷ്യാനെറ്റ് മേധാവിയുടെ തുറന്നു പറച്ചിലെന്ന് പറയേണ്ടി വരികയാണ്.